മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുമിച്ച് ചേരാം. ഞാൻ പ്രത്യേകമായ വിധത്തിൽ വിദ്യാർത്ഥികളെ ഓർക്കുകയാണ്. അവരുടെ പരീക്ഷാ മണിക്കൂറുകൾ, അവർ പരീക്ഷ എഴുതുന്ന കൈകൾ, അവർ പഠന ഉപകരണങ്ങൾ എല്ലാം കർത്താവിന്റെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുകയാണ്. ഇന്നിത് ഈശോ ഓരോ മകന്റെയും മകളുടെയും ഓരോ വിദ്യാർത്ഥികളുടെയും കാതുകളിൽ വന്ന് പറയുന്ന സ്വരം കേൾക്കുക. സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭയപ്പാടുകളെല്ലാം അവിടുന്ന് എടുത്തു മാറ്റുന്നു. ദൈവമായ കർത്താവ് പറയാണ്, പരാജയത്തിന് നീ ഭയപ്പെടേണ്ട. അമിതമായ പരാജയ ഭീതി നമ്മിലെ വിജയത്തിന്റെ സാധ്യതയെ ഇല്ലാതാക്കി തീർക്കും. ഞാൻ വിശ്വസിക്കുന്നത് എന്നിൽ സംഭവിക്കും, ഞാൻ ഭയപ്പെടുന്നതും എന്നിൽ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? പരാജയമല്ല ജീവിതത്തിന്റെ വിധി നിർണയിക്കുന്നത്. പിന്നെയോ പരാജയപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ മനോഭാവവും നമ്മുടെ പ്രവൃത്തിയും തീരുമാനവുമാണ് വിജയം നമ്മുടെ കൈവശം കൊണ്ടുതരുന്നത്. ഓരോ വിജയത്തിനും ഓരോ പരാജയത്തിനും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കണം. ഈശോയുടെ സ്വപ്നങ്ങൾ, ഈശോയുടെ പദ്ധതികൾ നിന്നെയാണ്, നമ്മെയാണ്, നമ്മുടെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്. യേശുവിന്റെ സന്നിധിയിൽ പച്ചവെള്ളത്തെ വീര്യമുള്ളതും നിറമുള്ളതും മണമുള്ളതാക്കി തീർത്തതുപോലെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തെ, നിന്നെ വിജയിപ്പിക്കാനും നിന്നെ അനുഗ്രഹിക്കാനും എല്ലാവിധ സൗഭാഗ്യങ്ങളുമായി ഈശോ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഇന്നത്തെ ഈ വചന സന്ദേശം പ്രചരിപ്പിക്കുന്നവരോടും എത്തിച്ചേരുന്നവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.